ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് മിക്കവർക്കും തന്നെ വലിയ സംശയം തോന്നിയിട്ടുണ്ടാവും. എന്താണ് ഈ തംബ്നെയിൽ എങ്ങനെയാണെന്നുള്ളത്. അതായത് വിയർപ്പ് തുന്നിയിട്ട ജമാഅത്ത് ലീഗ് മുഖ്യമന്ത്രി കുപ്പായം എന്നുള്ളതാണ്. അതായത് ഇത് പറയാനുള്ളൊരു കാരണം, ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ചാനലാണ് മീഡിയ വൺ എന്നുള്ളത് നമുക്കറിയാം. ആ മീഡിയ വണ്ണിൻ്റെയൊക്കെ ഔട്ട് ഓഫ് ഫോക്കസിന് കൊടുത്തിട്ടുള്ള ഒരു ഹെഡിങ് ആണ്, ടൈറ്റിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയതിനെക്കുറിച്ചും വി ഡി സതീശന് മുഖ്യമന്ത്രി കുപ്പായം കിട്ടിയതിനെക്കുറിച്ചും അവരിട്ടിരിക്കുന്ന ഒരു ടൈറ്റിലാണ് ഇത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മറന്നു പോകരുത്. സത്യത്തിൽ ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നത് വി ഡി സതീശൻ്റെ വിയർപ്പല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏറ്റവും കൂടുതൽ വിയർപ്പ് പറ്റിയിട്ടുള്ളത് മീഡിയ വണ്ണിൻ്റെയും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടേതുമാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. കാരണം വി ഡി സതീശന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയും അദ്ദേഹത്തിന്റെ PR ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി സീതാവീത് തന്നെ മാറുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല, ഏറ്റവും ഒടുവിൽ കോൺഗ്രസിനകത്ത് കയറിക്കൊണ്ട് വളരെ രോഷത്തോടുകൂടി KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും പ്രത്യേകിച്ച് KC വേണുഗോപാലിനെയും ഒക്കെ ചീത്ത പറയുന്നതൊക്കെ നമ്മൾ കേട്ടു. അതായത് അത്ര വലിയ വിയർപ്പ് പൊടിഞ്ഞത് നിഷാദ് റാവുത്തറിന്റെയും അജീബ്സിന്റെയും സീതാവീതിന്റെയും അതുപോലെ പ്രമോദ് രാമന്റെയും ഒക്കെ ആണ് എന്നുള്ളത് ഞാൻ പ്രത്യേകം പറഞ്ഞോട്ടെ. അതുകൊണ്ട് ഈ UDF വേണ്ടി അജണ്ട നിശ്ചയിക്കാനും വി ഡി സതീശനെ വലിയൊരു നേതാവായി ഉയർത്തിക്കാട്ടുവാനും ഒക്കെ അവർ വലിയ തോതിൽ പണിയെടുത്തു. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എനിക്കിതിൽ വലിയ കൗതുകം തോന്നിയത്, മീഡിയ വണ്ണിൻ്റെ ഈ ഹെഡിങ് എനിക്ക് വലിയ കൗതുകം ഉണ്ടാക്കിയില്ല. പക്ഷേ സ്മൃതി പരുത്തിക്കാടിൻ്റെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട് എന്ന് പറഞ്ഞ പ്രോഗ്രാം നിങ്ങൾക്കറിയാം, ഞാൻ കൃത്യമായിട്ട് കാണാറുള്ള ഒരു പ്രോഗ്രാമുകളിൽ ഒന്നാണത്. മറ്റു ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിൽ ഹാരിസ് ബീരാൻ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തുണ്ട്. അദ്ദേഹം യൂത്ത് ലീഗിൻ്റെ നേതാവൊക്കെയാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, പെരുമ്പാവൂർക്കാരനാണ്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിയർപ്പ് തുന്നിയിട്ട കുപ്പായത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ ചർച്ചയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു ചർച്ച തുടങ്ങുകയും ഷിബു മീരാൻ ഹാരിസ് മീരാൻ അല്ല, ഷിബു മീരാൻ അത്തരത്തിലൊരു ചർച്ച തുടങ്ങുകയും ആ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഈ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. കാരണം കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേ വാക്കുകൾ തന്നെയാണ് മീഡിയ വന്നത്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേർഡ് കോയിൻ ചെയ്യലും ഒക്കെ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ സംശയിക്കണം. അപ്പൊ ഇങ്ങനെ ഞാൻ സംശയിച്ച് അത്ഭുതത്തോടുകൂടി ഇതെങ്ങനെയാണ് ഒരേപോലെയുള്ള വാക്കുകൾ പറയുന്നത്. അത് പലപ്പോഴും ഒരു ഘട്ടത്തിൽ സ്മൃതിയും അതുപോലെ ദാവീദും ഒക്കെ ഒരേപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ഷിബു മീരാനും അതുപോലെ തന്നെ ഈ പറയുന്ന ഇവരുടെ തമ്മിലൊക്കെ ഒന്നാകുന്നത് എങ്ങനെ എന്നുള്ളത് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയായിരുന്നു. അത്ഭുതപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് മാറി. കാരണം ഇത് പല പാറ്റേണുകളിൽ എങ്ങനെയാണ് മീഡിയകൾ ഈ പ്രൊപ്പഗാണ്ട ഏറ്റെടുത്തിട്ടുള്ളതെന്നും അവരുടെ പ്രൊപ്പഗാണ്ട മെറ്റീരിയൽ റെഡിയാക്കുന്നതെന്നും മറ്റൊരു കൗതുകം കൂടിയുണ്ട്. ആ കൗതുകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിനു ബി ജോണിന്റെ ചർച്ചയുടെയും ഹെഡിങ് വിസ്മയത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ വിസ്മയമായിട്ടുള്ള ഒരു ഉയർച്ച ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഏഷ്യാനെറ്റിലെ വിനു ബി ജോൺ. അദ്ദേഹം ഏതാണ്ട് വി ഡി സതീശനെ നേരത്തെ തന്നെ ക്യാപ്റ്റനാക്കി പ്രതിഷ്ഠിക്കാനൊക്കെ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ്. അപ്പൊ അദ്ദേഹം വിസ്മയമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്യുന്നു. അപ്പൊ ഈ വിസ്മയം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. അതായത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലേറിയപ്പോഴാണ് മാധ്യമ പത്രത്തിനൊക്കെ തന്നെ ഇത് വലിയ വിസ്മയമാണ് എന്ന് തോന്നിയതെന്നാണ്. അപ്പൊ ആ വിസ്മയം ഇവിടെ അവസാനിച്ചിട്ടില്ല. അവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ വലിയ പരിങ്ങലിലും പരിഭവത്തിലുമാണെന്നുള്ളത് നമുക്കറിയാം. കൂടാതെ താലിബാൻ അധികാരത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് ലോകത്തൊരിക്കലും കാണാത്തൊരു കാഴ്ച നമ്മൾ കണ്ടു. ഫ്ലൈറ്റിന്റെ ചിറകിലും അതുപോലെ ടയറിലും ഒക്കെ പിടിച്ച് ആളുകൾ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ബൗണ്ടറി കിടന്ന് അപ്പുറം കിടന്ന് കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടു, കയ്യോ കാലോ ഒടിഞ്ഞാണെങ്കിലും ജീവിക്കാലോ എന്ന് വെച്ചു. അപ്പൊ അത്ര വലിയ വിസ്മയമായിരുന്നു അവിടെയുള്ള ആളുകൾക്ക്. ആ ടയറിന്റെ അടിയിൽപ്പെട്ടേ തന്നെ 8ഓളം പേർ മരിച്ചുപോയി എന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ ഫ്ലൈറ്റിന്റെ പുറത്തൊക്കെ തൂങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് അവർക്കറിയാം വിമാനം പൊങ്ങി പറന്നു പൊങ്ങുമ്പോഴത്തേക്കും ഞാൻ തെറിച്ചെവിടേക്കെങ്കിലും പോകുമെന്നൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ പോലും ഈ പറയുന്ന പോലെ മുതലയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യാം, എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് വിചാരിച്ച് കയ്യോ കാലൊടിഞ്ഞാണെങ്കിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് താലിബാൻ അധികാരത്തിൽ ചിലപ്പോൾ ആളുകളൊക്കെ പരക്കം പാഞ്ഞത്. അത് എയർപോർട്ടിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് ഓർമ്മയുണ്ട്. കാരണം അത്ര വലിയ തിരക്കായിരുന്നു. എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് എന്ത് ചെയ്യാനാണ് അപ്പുറം ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ. അപ്പൊ ഇതൊക്കെ സംഭവിച്ച ഒരു രാജ്യത്ത് ആ വിസ്മയം കഴിഞ്ഞിട്ട് ഞാനിപ്പോ വിസ്മയം കേൾക്കുന്നത് വി ഡി സതീശൻ ആയതിലാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം നോക്കുമ്പോഴാണ് ഞാൻ നോക്കുന്നത് മനോരമയുടെ നിഷ പുരുഷോത്തമനും ഇത് വിസ്മയമാണ്. അവരുടെ അടുത്തത് ചർച്ചയിലും ഈ പറയുന്ന പോലെ വിസ്മയം വെച്ചിട്ടുള്ള ഹെഡിങ് തന്നെയാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, വിയർപ്പ് തുന്നിയ കുപ്പായവും വിസ്മയത്തുമ്പത്തുമായിരുന്നു മലയാളികൾ ഇന്നലെ വരെ. ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ ഇവരെയൊക്കെ കേൾക്കാനും ഇതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാനും ഒക്കെ നമ്മുടെ നാട്ടിൽ ആളുകളല്ലപ്പോൾ ഇവിടെയൊക്കെ ഈ നാട് എങ്ങനെയാണ് ഈ നന്നാവുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചു പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കുക.
ഈ മനോരമയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പൊ നമ്മളൊരു ഇലക്ഷൻ പ്രിഡിക്റ്റ് ചെയ്താൽ തെറ്റിപ്പോയാൽ നമ്മളെ കുറ്റം പറയുന്ന ആളുകൾ ഈ മനോരമ ചാരക്കേസ് എന്ന് പറഞ്ഞൊരു കേസ് ഉണ്ടാക്കുകയും ആ കേസ് അടപടലം തെറ്റുകയും അതുകൊണ്ട് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്തിട്ടും പത്രവും അതുപോലെ മാധ്യമ സ്ഥാപനങ്ങളും കൂടെ കൂളായിട്ട് നിൽക്കുകയാണ്. ജനത്തിനൊരു പ്രശ്നമില്ല, അവരുടെ ക്രെഡിബിലിറ്റി താഴുകയോ അവരുടെ സർക്കുലേഷൻ വലിയ തോതിൽ കുറയുകയും ചെയ്തിട്ടില്ല. ഇപ്പൊ കുറഞ്ഞു, അത് പിന്നെ എല്ലാ പത്രത്തിനെയും കുറഞ്ഞതിന്റെ കൂടെയാണ്. അപ്പൊ ഇതൊക്കെ ഈ നാട്ടിലാണല്ലോ സംഭവിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പ്രബുദ്ധർ ആണെന്ന് പറയുകയും ചെയ്യും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ തന്നെ ഇതെങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള വേർഡുകൾ കോയിൻ ചെയ്യുന്നത്. ഇത് കൃത്യമായി ഒരു സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായി ഉത്പാദിപ്പിക്കുന്ന കാര്യം ഇവർക്കെല്ലാം വിതരണം ചെയ്യുമ്പോൾ ഇവരെല്ലാം അത് കയ്യിൽ പിടിച്ചു വന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാണ്, താലത്തിൽ ഇങ്ങോട്ട് എറിഞ്ഞു തരികയാണ് എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ടാണ് ഇവരുടെ അജണ്ടകൾക്കനുസരിച്ച് പല പ്രചരണങ്ങളും ഈ കഴിഞ്ഞ 5 കൊല്ലമായി നടന്നതും ഇനിയും നടക്കാനിരിക്കുന്നതും ഇനി ഇവരെല്ലാവരും തന്നെ ഒരു ഭരണകക്ഷികളുടെ ഭജന സംഘമായി അധപ്പതിക്കുമോ എന്നുള്ളത് കൂടി നമ്മൾ കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്താണെങ്കിലും ഇന്നലെ ഒരു ദിവസം ചെയ്യുന്നതിന് വലിയ തെറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഈ വേർഡുകൾ എങ്ങനെയാണ്, ഈ വാക്കുകൾ എങ്ങനെയാണ് ഒരുപോലെ ആകുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമ്മൾ മറ്റൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ ചാനലിൻ്റെ പേര് BCC വിത്ത് RC എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്. അതായത് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനകീയ പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ ടോപ്പിക്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ എങ്ങനെയാണ് ഒരു ജനങ്ങളുടെ പൊതുബോധത്തെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, സ്വാധീനിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് പലപ്പോഴും തെറ്റായ നെറേറ്റീവുകളുടെ പേരിൽ അവർ സെലക്ട് ചെയ്യുന്ന വാർത്തകൾ മാത്രം നിങ്ങൾ അറിയിക്കുന്നതിൻ്റെ പേരിൽ അത്തരത്തിൽ അവരുടെ പല ഇൻറ്റൻഷനും ലക്ഷ്യങ്ങളും ഒക്കെ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് പലപ്പോഴും 10 മിനിറ്റോ 15 മിനിറ്റോ കൊണ്ടുള്ള വീഡിയോകൾ കൊണ്ടൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഞാൻ അതിന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ വീഡിയോകൾക്ക് മെമ്പർഷിപ്പ് എടുക്കാനൊക്കെ തന്നെ പറഞ്ഞിരുന്നു. കുറേ ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്, വലിയ സന്തോഷം. ഇനിയും മെമ്പർഷിപ്പ് എടുക്കാത്ത ആളുകൾക്ക് എടുക്കാവുന്നതാണ്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3, ലെവൽ 4 അങ്ങനെ പല റേറ്റുകളിലുള്ള മെമ്പർഷിപ്പുകളുണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടാവുമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു ചില വീഡിയോകൾ നേരത്തെ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ പോരാട്ടം തുടർന്നു കൊണ്ടുപോകാനും വലിയ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിക്കുന്ന അവരുടെ അജണ്ടകളാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാർത്തകൾ മാത്രം കഴിക്കാതെ അതിന്റെ പിന്നിലെ സത്യങ്ങളൊക്കെ അറിയാൻ കൂടി ഉപകരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ഏറ്റവും ആദ്യത്തെ പോഡ്കാസ്റ്റ്, നമ്മുടെ ഈ ചാനലിന്റെ പേര് BCC വിത്ത് RC എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൺസെപ്റ്റ് ഇതാണ്, ഈ പറയുന്ന ഒരു ജനകീയ പൊതുബോധത്തിനും അപ്പുറം എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പൊതുബോധത്തിനും അപ്പുറമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ക്യാപ്റ്റനായിരുന്ന കരുതൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഇമേജ് എങ്ങനെ തകർത്തുവെന്നും എങ്ങനെയാണ് സതീശ വിജയം ഉണ്ടായതെന്നും അതിന്റെ പിന്നിൽ BJPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയുള്ള പദ്ധതികൾ എന്തായിരുന്നു എന്നും ഒക്കെ ആരും പറയാത്ത കാര്യങ്ങൾ ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിലധികം വരുന്ന വലിയ ഒരു പോഡ്കാസ്റ്റ് ആണിത്. അപ്പോൾ ആ ചാനലിൽ കൂടി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതുപോലെ തന്നെ അത് കാണണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നു. ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ഞാൻ ഈ ചാനലിൽ ഇതുവരെ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പറയാനുള്ളൊരു കാരണം അത് അത്രത്തോളം റിവീലിംഗ് ആയിട്ടുള്ള, കേരളത്തിൽ മറ്റാരും ചെയ്യാത്ത ഒരു വലിയ കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതൊരു മാല പോലെ കോർത്തിളക്കി കേൾക്കുമ്പോൾ മാത്രമേ ഇതൊക്കെ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ളത് തെളിവുകൾ സഹിതം നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാനലിന് വേണ്ടി കൂടി ഈ സൺഡേയോട് കൂടി നമുക്ക് പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം അതിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ബാക്കിയാണ്. പക്ഷേ എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കണം. BCC വിത്ത് RC എന്ന് പറയുന്ന, അതായത് ബിയോണ്ട് ദ കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രവാണി എന്ന് പറയുന്ന ആ ചാനൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മാസത്തിൽ ഒരു 2, 3 അല്ലെങ്കിൽ 4 പോഡ്കാസ്റ്റുകൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടാവുക. കൂടാതെ ചില ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂകൾ കൂടി ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള പോഡ്കാസ്റ്റുകളെ കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനായിട്ട് Google Pay നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുത്തുകൊണ്ട് അത് കൊടുത്തുകൊണ്ടോ കൂടി സപ്പോർട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞു നോക്കട്ടെ.